ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നുള്ളത് നമ്മുടെ കൊടുങ്ങല്ലൂർ ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ മണ്ണിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഏകദേശം കൊടുങ്ങല്ലൂർ BSNL ജംഗ്ഷൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് കുറുക്കഞ്ചേരി വരെ സർക്കാർ പുതിയ കോൺക്രീറ്റ് റോഡിന് അപ്രൂവൽ കൊടുത്തിരുന്നു. ഏകദേശം 5 വർഷത്തോളമായിട്ട് 2021 ഓഗസ്റ്റ് 2 തീയതിയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പോൾ ഉള്ളത് പുല്ലൂറ്റ് പാലത്തിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ. നമ്മുടെ പുല്ലൂറ്റ് ഭാഗത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിമനോഹരമായ ഭംഗി ഉള്ളൊരു പാലമാണ്. വളരെ പഴയ പാലമുണ്ടാ. അപ്പോൾ കൊടുങ്ങല്ലൂരിൻ്റെ തലയെടുപ്പുള്ള കുറച്ച് ബിൽഡിങ്ങുകൾ, അതേപോലെ തന്നെ പുല്ലൂറ്റ് ചാപ്പാറ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രളയത്തിനൊക്കെ ശേഷം നമ്മുടെ റോഡ് പൂർണ്ണമായി നല്ല രീതിയിൽ നോക്കാത്തൊരവസ്ഥ വന്നപ്പോൾ പാർട്ട് ഓഫ് ബിൽഡ് കേരള എന്ന് പറഞ്ഞ ആ ഒരു ഭാഗമായിട്ട് നമ്മുടെ റോഡ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റിൻ്റെ നേതൃത്വത്തിൽ വർക്കുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കിട്ടാം. അപ്പോൾ ഏകദേശം 2023 കൂടി നമ്മുടെ ഈ ഒരു വർക്ക് കഴിയുമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഏകദേശം 2025 ഈ വർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതന്നെയല്ല, നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ BSNL ജംഗ്ഷനിൽ നിന്നല്ല, പുല്ലൂറ്റ് ഭാഗത്തു നിന്നാണ് കേട്ടോ. പുല്ലൂറ്റ് പാലം കഴിഞ്ഞത് ചാപ്പാറ ആ ഒരു റേഞ്ചിലോട്ടൊക്കെയാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ഒരു ഭാഗത്തൊന്നും കോൺക്രീറ്റ് റോഡിൻ്റെ ഒരംശം പോലും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഇപ്പോഴും പെയിൻറ്റിങ് തന്നെ ഉണ്ടോ. അതേപോലെ തന്നെ ഏകദേശം 203 കോടി രൂപയാണ് വിദേശ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സർക്കാർ പദ്ധതിയിട്ടുള്ളത്. നമ്മുടെ ചാപ്പാറ വളവാണ് ഈ വളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരെ ആരറ്റത്തായിട്ട് നമ്മുടെ ഗുരുശ്രീ പബ്ലിക് സ്കൂള് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ KSEB സബ് ഡിവിഷൻ ഓഫീസും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞൊരു വളവ് എന്ന് പറഞ്ഞാൽ ചാപ്പാറ വളവ് വളരെ അപകടം നിറഞ്ഞൊരു വളവാണ്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാറുള്ളൊരു വളവാണ്. ഒരുപാട് പേരുടെ ജീവിതം നഷ്ടമായ ഒരു വളവ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്പാറ വളവ്. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്കിനായിട്ട് വിദേശ സഹായം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ജർമ്മൻ ബാങ്കായ KfW ആണ് ഇതിന് നമുക്ക് സഹായനിധി നൽകുന്നത് കേട്ടോ. അപ്പോൾ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റാണ് ഇതിൻ്റെ മേൽനോട്ടവും കാര്യങ്ങളൊക്കെ വഹിക്കുന്നത്. വീഡിയോയുടെ ബിഗിനിങ്ങിൽ കാണിച്ച പാലം പുല്ലൂറ്റ് പാലം, അതോ കൊച്ചി പാലം കേട്ടോ. ആ പാലത്തിന് വീതി വളരെ കുറവാണ് കേട്ടോ. കാൽനടക്കാർക്ക് വാക്കിംഗ് പാത്തുകളൊന്നുമില്ല. പണ്ട് നിർമ്മിച്ച പാലമായതുകൊണ്ട് തന്നെ ഈ റോഡിൽ ടൈമിൻ്റെ നല്ല ഇഷ്യൂകളുണ്ട് കേട്ടോ. ഇപ്പോൾ കാരണം വെച്ചാൽ റോഡ് പണി ഈ ഒരു ഭാഗമല്ല, കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ റോഡ് പണിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ലോക്കൽ ബസ്സുകളൊക്കെ ശക്തമായ രീതിയിലാണ് പറപ്പിച്ച് പോകുന്നത്. അതുമൂലം വളരെ അപകടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നാരായണമല ഷഷ്ടിയോടനുബന്ധിച്ചിട്ടുള്ള ഒരു ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഈ ബ്ലോക്കിനെ കുറിച്ച് ഞാൻ പറയാം. അതിന് മുന്നായിട്ട് ഈ ബ്ലോക്കിനിടയിലോട്ട് ഒരു ക്രിസ്റ്റ കാറ് കുത്തിക്കയറി വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ MVDയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് ആ കാറ് വന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, നല്ലൊരു രീതിയിൽ സംസാരം ഉണ്ടായിരുന്നു. ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു നല്ലൊരു സമയം ഈ ഒരു ഭാഗത്ത് പോയിട്ടാ. സംഭവം ഏത് മതക്കാർ വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഈ ഒരു പൂരവും പരിപാടികളും എല്ലാ ഉത്സവങ്ങളൊക്കെ നമ്മുടെ നാടിന് വേണ്ടതാണ്. പക്ഷേ യാത്രക്കാരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒന്നാമത് ഈ ഒരു റോഡിൽ വണ്ടികൾ ഓടിത്താന്ന് പറഞ്ഞാൽ വളരെ ദുരിതം പിടിച്ച റോഡാണ്. അതിനിടയിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ മാക്സിമം നമ്മുടെ റോഡിലെ ഗതാഗതത്തെ തടസ്സപ്പെടുത്താത്ത രീതിയിലാവണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. അത് ഏത് മതക്കാരുടെ പരിപാടി ആയിക്കോട്ടെ, റോട്ടിലെ പല ആളുകളും സമയത്തിന് വില ഉള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ സമയവും ബോധ്യമുള്ള കാര്യമാണ്. അല്ലാത്തവർക്ക് അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും, കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കി വണ്ടി നിർത്തി അത് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ മറ്റുള്ളവർ അവരെ ചില സമയം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ഓടുന്നതായിരിക്കുള്ളൂ. ആ ഒരു സമയത്ത് ഈ ഒരു ബ്ലോക്ക് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതായൊരു ആ സിറ്റുവേഷൻ അനുഭവിക്കുന്ന ഒരു ആംബുലൻസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സമയം കീപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബ്ലോക്കിൽ പെടുമ്പോഴായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാട്ടോ. നമ്മൾ ഈ വരുന്ന വഴി കുറച്ചധികം സ്റ്റോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ചാപ്പാറ, പുല്ലൂറ്റ്, അതേപോലെ കരുപ്പടന്ന, അതിന് മുന്നായിട്ട് കോഴിക്കട, പുതിയ പോസ്റ്റ്, KKTM കോളേജ്, അങ്ങനെ ഒരുപാട് സ്റ്റോപ്പുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കരുപ്പടന്ന പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ. അപ്പോൾ കരുപ്പടന്ന പാലം വരെ പഴയ അതേ റോഡ് തന്നെ ഉണ്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ റോഡ് വളരെ മോശം, റബ്ബറൈസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പൊട്ടുമ്പോൾ കാലുമൊക്കെ ബാൻഡേജ് ഒട്ടിക്കുന്ന ഒരു സിസ്റ്റം ഇല്ലേ, ആ ഒരു സിസ്റ്റത്തിലാണ് ഇപ്പോഴും ഈ റോഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും 5 വർഷം പ്രളയം കഴിഞ്ഞിട്ട് 5 വർഷത്തേക്ക് കൂടുതലായല്ലേ, എന്നിട്ടൊരു മാറ്റമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ യാത്രക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. റോഡിൻ്റെ വർക്ക് ഇങ്ങനെ പെൻഡിങ് ആയി പോകുകൊണ്ട് തന്നെ സമയത്തിൻ്റെ പേരും പറഞ്ഞ് ബസ്സുകാർ നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. അതുമൂലം ചില അപകടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലും ഇപ്പോൾ സംഭവിച്ചു കൊണ്ട് വരുന്നതിൽ മെജോറിറ്റി ബസ്സുകാരുടെ ഭാഗത്തുനിന്ന് തന്നെ പറയാൻ പറ്റില്ല. സ്കൂട്ടറുകാർ, റോങ് സൈഡിൽ വരുന്ന സ്കൂട്ടറുകാർ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ ഒരു ബസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും 24 മണിക്കൂർ ഒരു ദിവസം ദൈവം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ബസ്സുകാരും അല്ലേ പറപ്പിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരും ഉണ്ടാവില്ല. എല്ലാവരും കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ ബസ്സുകാരനെ ന്യായീകരിക്കല്ല. അപ്പോൾ അവർക്ക് പയ്യെ പോകണം എന്ന് തന്നെ എനിക്ക് ആഗ്രഹം. പിന്നെ ചിലരുണ്ടാവും, ഒരു മെജോറിറ്റി ഒരു 3-4% ഉണ്ടാവും, കുറച്ച് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കുട്ടികളൊക്കെ ഫ്രണ്ടിൽ കയറിക്കുമ്പോൾ ഒന്ന് പറപ്പിച്ച് പൂശി പോകണമെന്ന് ആഗ്രഹമുള്ളവർ. അതിപ്പോൾ ആരാണ്, ഡ്രൈവിങ് അറിയുന്ന എല്ലാവർക്കും ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മുടെ ലൈലാൻഡിൻ്റെ തുഞ്ചത്ത് കയറി നിന്ന് പറപ്പിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതുവഴി ഒരുപാട് ജീവിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതേ കരുവപ്പെടുന്ന അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ കരുവപ്പെടുന്ന ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ കരുവപ്പെടുന്ന പാലറിഞ്ഞ് ഈ കഴിയുമ്പോൾ തുടങ്ങി നിങ്ങൾക്ക് റോഡിൽ കാണാം വൈറ്റ് കളറായ റോഡ് അല്ലേ. അപ്പോൾ നമ്മുടെ വൈറ്റ് പാത്തായി, നമ്മുടെ ബ്ലാക്ക് പാത്ത് പോയി. അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങി ആണ് നമ്മുടെ റോഡിൻ്റെ വർക്ക് ഏകദേശം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാനായിട്ട്. അപ്പോൾ 2 സൈഡിലായിട്ട് റോഡിന് 8 മീറ്റർ വീതിയാണ് ഈ റോഡിന് നിശ്ചയിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ലൈൻ മാർക്ക് പോലെ കാണാനായിട്ട് സാധിക്കും. അത് ചെറിയൊരു ബീം വർക്ക് 2 സൈഡിലും ചെറിയൊരു എന്താ പറയുക, നമുക്കവിടെ ആയിട്ട് പാവിങ് ടൈൽ വിരിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അത് ഒരു നമുക്കൊരു വാക്ക് വേ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതേ നമ്മുടെ ബസ്സുകൾ ചീറിപ്പാഞ്ഞ് പോകുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലായിട്ടും ഇതേപോലെ ചെറിയൊരു ബീം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റോഡിൻ്റെ അതിൻ്റെ ഇടയിലായിട്ടാണ് ഈ ടൈലുകൾ വിരിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് നടന്നു പോകാനുള്ള ഒരു സ്പേസ് കൂടിയായി എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു അമ്പലമുണ്ട് കേട്ടോ. ജെ സ്കൂളാണ് റൈറ്റ് സൈഡിൽ കഴിഞ്ഞത്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ആ കഴിഞ്ഞ് പോയത് പാരിജാതപുരം എന്ന് പറയും കേട്ടോ. അതേ ലെഫ്റ്റിലാ കാണുന്ന അമ്പലത്തിന് പറയാം പാരിജാതപുരം അമ്പലം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേട്ടോ. അങ്ങനെ ജെ സ്കൂളും നമ്മുടെ പാരിജാതപുരം അമ്പലമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ കരുപ്പടന്ന ആ ഒരു ഭാഗത്ത് തന്നെയുണ്ട്. അപ്പോൾ കരുപ്പടന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക്. അപ്പോൾ ഈ ഒരു റോഡിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹൈവേ അല്ലേ, നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ഇവിടെ വർക്ക് പല റീച്ചുകളും തുറന്ന് കിട്ടിത്തുടങ്ങി. ഏകദേശം 5 വർഷമായിട്ടും ഈ റീച്ചിൻ്റെ ഒരു വ്യത്യാസമില്ല കേട്ടോ. ഇവിടുത്തെ റീച്ച് എന്ന് പറഞ്ഞാൽ 2.9 കിലോമീറ്റർ, ചിലത് 3 ചില്ലാനും കിലോമീറ്ററൊക്കെയാണ്. ആ ഒരു വർക്ക് തന്നെ ഫിനിഷ് ചെയ്യാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. സ്ഥലം എടുത്ത് അല്ലേ കുത്തിക്കുളം തോണ്ടി രണ്ടാമതവിടെ നല്ല ഹൈവേയും ഫ്ലൈ ഓവറൊക്കെ ഇത്ര സമയം കൊണ്ട് വന്നപ്പോഴും ഈ ഒരു ഭാഗത്ത് ഈ ഒരു വർക്ക് ഇപ്പോഴും പഴയ പോലെ തന്നെ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡിന് ഏകദേശം സർക്കാർ പറയുന്നത് വെച്ചാൽ 30 വർഷം വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയണത്. ഇപ്പം തന്നെ ഏകദേശം ചില ഭാഗങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് 5 വർഷത്തോളമായിട്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നുമില്ല. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ കരുപ്പടന്ന ഹയർ സെക്കൻഡറി സ്കൂളും അവരുടെ സ്കൂൾ ഗ്രൗണ്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ഈ റോഡ് 45 മീറ്റർ തിക്നെസ്സിലാണ് സംഭവം ടോപ്പായിട്ടാണ് നിർമ്മിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പല സാഹചര്യത്തിലുള്ള പാളലുകൾ എന്താണെന്ന് നമ്മൾ കൂടുതൽ പറയണില്ല. പിന്നെ അതൊരു വലിയ വിഷയമായി മാറും കേട്ടോ. ഇപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിലൊക്കെ ഇങ്ങനത്തെ റോഡുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലും ചില ഭാഗങ്ങളിലൊക്കെ ഇതേപോലത്തെ റോഡുകളുണ്ട്. പക്ഷേ ഇത്ര ലെങ്ത്തിൽ നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ കുറുക്കാഞ്ചേരി റൂട്ടിലാണത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം 2 ടൈപ്പിലാണ് ഇതിൻ്റെ വർക്ക് ഇറക്കുന്നത് കേട്ടോ. ചില ഭാഗത്ത് നമ്മൾ ഈ ഒരു റോഡിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒന്നാമത് ഈ 36 കിലോമീറ്റർ അല്ലെങ്കിൽ 40 കിലോമീറ്റർ വരുന്ന ദൂരം നമുക്ക് ഏകദേശം 2-2.5 മണിക്കൂർ പിടിക്കും കേട്ടോ താണ്ടാനായിട്ട്. പിന്നെ ബ്ലോക്ക് കാര്യങ്ങൾ അതന്നെല്ലാം ഈ റോഡ് പോവുകയാണെങ്കിൽ നമുക്ക് ഈ റോഡിലൂടെ മുഴുവൻ ദൂരം എത്താൻ പറ്റില്ല. നമ്മളെ പല വഴിയാണ് നമുക്ക് തിരിച്ചു വിടുന്നത്. അതേപോലെ തന്നെ ഒരു രക്ഷയില്ല, പൊടി കാര്യങ്ങളൊക്കെ ആകെ ടാസ്ക് പിടിച്ച ഒരു ഏരിയയിൽ മാറി കേട്ടോ. 5 വർഷം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു നാട്ടുകാരുടെ ശാപം ഉണ്ടാകും. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർ വരെയുള്ള നാട്ടുകാർ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൂടെ പോകാൻ ആഗ്രഹിച്ച് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു റൂട്ടും തേടി വരുന്നവരുടെ ശാപം തന്നെ അല്ലാണ്ട് എന്താ പറയുക അല്ലേ. അപ്പോൾ അധികാരികളും എല്ലാവരും നമ്മുടെ ന്യൂയോർക്ക് മോഡൽ റോഡ് ഇപ്പോഴും സ്വപ്നം കണ്ടു തന്നെ ഇരിക്കേണ്ട, വേറൊരു രക്ഷയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ റോഡ് ശരിക്കും 45 സെൻറ്റിമീറ്റർ കനത്തിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റോഡിലൂടെ പോയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് പല സ്ഥലങ്ങളിലും പഴയ റോഡ് ശരിക്കും പൂർണ്ണമായി നീക്കം ചെയ്ത് ബേസ്മെൻറ്റൊക്കെ നല്ല സ്ട്രോങ്ങിൽ തറപ്പിച്ചിട്ട് 15 സെൻറ്റിമീറ്റർ കനത്തിൽ DLC ചെയ്യും. DLC എന്ന് വെച്ചാൽ ഡ്രൈ ലൈൻ കോൺക്രീറ്റ് എന്ന് പറയും കേട്ടോ. നല്ല രീതിയിൽ സ്ട്രോങ് ആയി ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കമ്പിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഒരു 30 സെൻറ്റിമീറ്റർ കനത്തിലാണ് പേവിങ് ക്വാളിറ്റി കോൺക്രീറ്റ് എന്ന് പറയും, എന്ന് വെച്ചാൽ PQC എന്ന് പറയും കേട്ടോ. അപ്പോൾ ആ 2 വർക്ക് കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ റോഡ് വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ
റോഡിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോണത്തുനിന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എന്തായാലും നല്ല റോഡ് എത്തിയെന്ന് വിചാരിച്ച് വരുന്നവർ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മുടെ ഡ്രോണിൽ കാണുന്ന വിഷ്വൽ പോലെ നല്ല താഴ്ച ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വണ്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടി തട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ശരിക്കും റബ്ബറൈസ്ഡ് പ്രീമിയം റോഡിൽ കൂടെ പോണേൻ്റെ ആ ഒരു സുഖമൊന്നും എനിക്ക് ഈ റോഡിലൂടെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പേഴ്സണലി ഉള്ള അഭിപ്രായമാണ്. കാരണം എന്നാലും നല്ല റോഡ് തന്നെയാണ് കോൺക്രീറ്റ് റോഡ്. പോകുമ്പോൾ ചെറിയൊരു ഒരു മൈന്യൂട്ടായിട്ടുള്ള ഷെയ്ക്കിങ്ങും ജർക്കിങ്ങും ഒക്കെ നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേയുടെ ആ ഒരു റോഡിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒന്നും ഈ ഒരു റോഡിലില്ല. നമ്മുടെ MVD സാറുമാർ വരുന്നുണ്ട് കേട്ടോ, ടാറ്റ നെക്സോൺ അല്ലേ. എന്തായാലും നല്ലൊരു ഇൻട്രോ അവർക്കും കൊടുക്കാം. അപ്പോൾ അവരങ്ങോട്ട് പോട്ടെ. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റൊരു പാർട്ടി അവരെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചിന്തിക്കാട്ടെ. കാരണം വെച്ചാൽ അങ്ങനെയുള്ള ചിന്ത നിർത്തണം കേട്ടോ. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും ഒരേ മനുഷ്യരാണല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജയിപ്പിച്ചിടുന്നവരെ നമ്മൾ ആശ്രയിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് പാർട്ടിക്കാർ വേണമെങ്കിലും ആയിക്കോട്ടെ കേട്ടോ. മിറാഷ് കൊടുങ്ങൽക്കാരുടെ വണ്ടി പോയേണ്ട നോക്കിയാൽ അതിൻ്റെ അടി നോക്കിയാൽ നൈസായിട്ട് തട്ടിയേട്ടാ. അവർ ഈ പറയണ എല്ലാ നിയമങ്ങളും എന്തൊക്കെയാണ്, വെള്ള പെയിൻറ്റും ആ ലൈനും നീല ലൈനും അല്ല എല്ലാ സംഭവങ്ങളും അനുസരിച്ചിട്ടാണ് അവർ ടാക്സും അല്ല എല്ലാ സാധനം അടച്ചിട്ടാണ് ഓടണം. പക്ഷേ അതിനനുസരിച്ചുള്ള റോഡ് സംവിധാനങ്ങളും സംഭവങ്ങളും ഒന്നും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല കേട്ടോ. ഉള്ള റോഡുകളൊക്കെ തന്നെ വളരെ മോശമായ രീതിയിൽ തന്നെ ഇപ്പോഴും ചെയ്യണം കേട്ടോ. റോഡ് കോൺട്രാക്ടർമാർ പറ്റിക്കണാണോ അല്ലെങ്കിൽ സർക്കാർക്ക് ഇമ്പളം മേടിക്കണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കണില്ല. അപ്പോൾ ഇതേ നമ്മുടെ ന്യൂയോർക്ക് മോഡൽ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം മക്കളെ. എന്തായാലും ഒരു 2029, 30 നമ്മുടെ ഈ റോഡ് പൂർത്തിയാവുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഇതിനിടയിൽ വല്ല പ്രളയോ അല്ലെങ്കിൽ ഇനി വീണ്ടും വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈനായിട്ടുള്ള കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിന്ന് പോകും കേട്ടോ. അപ്പോൾ അതേ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ആ ഒരു ഏരിയയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇതേപോലെ പറഞ്ഞില്ല, ചെറിയൊരു റീറ്റൈനിങ് വളം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബീം വർക്കുകളാണ് ഈ സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വർക്ക് ഈ 2 സൈഡിലും ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു മീറ്റർ കണക്കാക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഈ കോൺക്രീറ്റ് സെക്ഷൻ മാത്രമായിരിക്കണം 8 മീറ്റർ, അല്ലാന്നുണ്ടെങ്കിൽ ഇല്ല മൊത്തത്തിലാവാനായിട്ട് ചാൻസ്. നമ്മുടെ പേവിങ് ടൈൽ ഉണ്ടല്ലോ, നമ്മുടെ വിരിക്കുന്ന ടൈലടൊക്കെയാണ് ഈ ഒരു 8 മീറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തൊന്നും ഈ ഒരു വർക്കും കാര്യങ്ങളൊന്നും ഫിനിഷ് ആയിട്ടില്ല. നമ്മുടെ തൃശ്ശൂർ ആ ഒരു റേഞ്ചിലോട്ടൊക്കെ എത്തുമ്പോൾ നമുക്ക് ഊരകം ആ ഒരു ഭാഗത്തോട്ടൊക്കെ എത്തുമ്പോൾ 2 സൈഡിലും പേവിങ് ടൈലുകളൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ബ്ലോക്ക് ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കേട്ടോ. അതേപോലെ ഈ സെൻട്രൽ ഇപ്പോൾ ചെയ്യുന്നത് നല്ല പ്രവർത്തനം തന്നെയുണ്ട്. കാരണം വെച്ചാൽ ഈ സെൻറ്ററുകൾ ഈ ജംഗ്ഷനിൽ വന്ന് ചേരുന്ന റോഡിൻ്റെ ഒരു നിശ്ചിത ദൂരം ഇവരിപ്പോൾ ഇതേപോലെ ഈ മെത്തഡിൽ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിൽക്കാലത്ത് ഈ റോഡിന് യാതൊരുവിധ കേടുപാടുകളും ആ ഒരു ജംഗ്ഷനും സംഭവിക്കുന്നതല്ല. പക്ഷേ ഈ റോഡിൻ്റെ വർക്കിൻ്റെ കാര്യമുള്ള നിങ്ങൾ ആലോചിച്ച് ഏകദേശം 5 വർഷത്തോളം ഈ ഒരു വർക്ക് ഇങ്ങനെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായ രീതിയിൽ പോകുന്നത് കേട്ടോ. നമ്മുടെ ഈ റോഡ് പണിയൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ. ഇത്ര കിലോമീറ്ററുകളാണ് അവർ റെഡിയാക്കി പോകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണകൂടത്തിൻ്റെ പിടിവ് കേടെന്നൊക്കെ തന്നെ പറയാം അല്ലേ. നമ്മതേ വെള്ളാങ്കല്ലൂർ ആ ഒരു റേഞ്ചിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാങ്കല്ലൂരിൻ്റെ ഭാഗമായി തുടങ്ങി വെള്ളാങ്കല്ലൂർ ആ സെൻറ്റർ ആ ഒരു ഭാഗമൊക്കെ നമ്മളെത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ ആ കാറ് പോയ ലെഫ്റ്റിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളാങ്കല്ലൂർ ആ ഒരു മതിലകം റോഡ് നമ്മൾ തിരിച്ച് നമ്മുടെ കൊടുങ്ങല്ലൂർ ഭാഗത്തോട്ടാണ്. അപ്പോൾ നമ്മുടെ വിഷ്വൽ നമ്മൾ കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടി നമ്മുടെ ഈ ഒരു വെള്ളാങ്കല്ലൂരിൻ്റെ ഭാഗമൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വെള്ളാങ്കല്ലൂർ സെൻറ്ററിൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുങ്ങല്ലൂർ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിയാണ് നമുക്ക് വെള്ളാങ്കല്ലൂർ മറ്റേ മങ്കിടി മാണിയങ്കാവ് ആ റൂട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ തിരിഞ്ഞു നോക്കിയത്. ആ വരുന്ന വഴിയാണ് മങ്കിടി മാണിയങ്കാവ് വഴി. അപ്പോൾ ഈ ലെഫ്റ്റിലോട്ട് പോകുന്നത് നമ്മുടെ മതിലകം ആ ഒരു റൂട്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പാടങ്ങളൊക്കെ കാണാമല്ലേ നമുക്ക്. അപ്പം നമുക്ക് വെള്ളാങ്കല്ലൂർ സെൻറ്ററിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഭാഗത്തും റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭാഗികമായിട്ട് കോണത്തുന്ന സെൻറ്റർ അതേപോലെ ബ്ലോക്കിൻ്റെ സെൻറ്ററിലെ വർക്കുകൾ മാത്രമേ പെൻഡിങ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ 2 സൈഡിലെ മറ്റേ പാവിങ് ടൈലിൻ്റെ ആ ഒരു വർക്കും കൂടെ പെൻഡിങ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ റോഡിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴേ സത്യം ഭയങ്കര വികാരമായിട്ട് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം നമ്മുടെ നാടും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ റോഡ് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ബസ്സിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര കുലുക്കവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സമയവും കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമ്പോൾ ബസ്സുകാരുടെ പെടയും കാര്യങ്ങളൊക്കെ കുറക്കും. ഒരുപാട് മരണങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ അതൊക്കെ കുറഞ്ഞ് റോഡും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ എന്ന് വിചാരിക്കുന്നതല്ലേ. അപ്പോൾ 2021 തുടങ്ങിയ പ്രവർത്തനം 2025 അവസാനിച്ചില്ല, 2023 അവസാനിക്കുമെന്ന് പറഞ്ഞാണ്. റൈറ്റ് സൈഡിൽ PCK ഓഡിറ്റോറിയം, ലെഫ്റ്റിൽ MR ബാർ അങ്ങനെ തന്നെ പേരുന്നുണ്ട്.
ഇപ്പോൾ 2 സ്പോട്ടാണ് നമ്മൾ കഴിഞ്ഞ് പോകുന്നത്. ഇനി നടവരമ്പ് സ്കൂള് ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. മുൻപ് ഈ റോഡിൻ്റെ വർക്ക് നടന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നടവരമ്പ് സ്കൂളെത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കുറച്ച് പാടങ്ങളൊക്കെ ഉണ്ടല്ലേ, അതിൻ്റെ അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് വന്ന വണ്ടികളൊക്കെ ആണ്ടിക്കുളം എന്നൊക്കെ പറയുന്നത് ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് റൈറ്റ് കയറി വെള്ളാങ്കല്ലൂർ ആ ഒരു റേഞ്ച് പിടിച്ച് വങ്കിടി ആ റൂട്ട് പിടിച്ചിട്ടാണ് തിരിച്ച് വെള്ളാങ്കല്ലൂർ സെൻറ്ററിലൊക്കെ എത്തിയിരുന്നത് കേട്ടോ. അങ്ങനെ അതേ നമ്മുടെ വിഷ്വൽസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടിന്യൂഷൻ ഞാൻ എന്തായാലും നമ്മുടെ ഈ ഒരു ആണ്ടിക്കുളം ആ ഒരു റേഞ്ചിൽ വെച്ച് അവസാനിപ്പിക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തെ വീഡിയോ കണ്ടിന്യൂസ് വർക്കും കാര്യങ്ങളും കാണണമെന്ന് ആവശ്യമുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പാർട്ട് ഇറക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഈ ഒരു വഴിയിൽ നമ്മളിപ്പോൾ ആണ്ടിക്കുളം തുടങ്ങി തൃശ്ശൂർ കുറുക്കാഞ്ചേരി വരെയാണ് നമ്മുടെ അടുത്തൊരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനിടയിൽ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ കോൺടാക്റ്റിൽ വിളിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ തൃശ്ശൂർ ഞാനക്കൂടെ എത്തിയതിന് മുന്നുള്ള പാടശേഖരങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. നമ്മുടെ പാലക്കാട് നെന്മാറ പോകുന്ന ആ റൂട്ട് പോലെയൊക്കെ തന്നെ ഏകദേശം നല്ല ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം പച്ചപ്പ് ഇത്തിരി ഇല്ല കേട്ടോ. നമ്മുടെ നെല്ല് പാടം കൊയ്ത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാടശേഖരമൊക്കെ അങ്ങനെ എന്താ പറയുക കൊയ്യാനുള്ള അടുത്തൊരു സ്റ്റേജിലോട്ടാക്കിയിട്ടേക്കേണ്ട. അപ്പോൾ ഈ ഒരു ഭാഗം നോക്കി അത്യാവശ്യം ആ ഒരു ലെഫ്റ്റിലോട്ട് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ വിത്ത് ഉൽപ്പാദന കേന്ദ്രം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് കാണാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് റൈറ്റിലോട്ട് ഒരു കാർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വഴിയാണ് ആണ്ടിക്കുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു നടവരമ്പ് മൂന്താപുരം റോഡ് എന്നൊക്കെ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കും. അപ്പോൾ ആ ഒരു വഴിയാണ് നമ്മുടെ കൊടുങ്ങല്ലൂരിലോട്ട് ഈ ഒരു വർക്ക് നടത്തുന്ന സമയത്ത് പോകുന്നുണ്ട്. ഈ ഒരു ലെഫ്റ്റ് കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് വെച്ചാൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മുടെ നടവരമ്പ് ഭാഗത്തോട്ടുള്ള വിഷ്വലാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. വെമരിയ ബസ് പോയി അപ്പോൾ അത് റൈറ്റ് സൈഡിലാണ് ആ വിത്ത് ഉൽപ്പാദന കേന്ദ്രം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു റൂട്ടിലാണ് അപ്പോൾ നമ്മുടെ വണ്ടികൾ ആദ്യം ഡീവിയേഷൻ ചെയ്ത് വിട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ വർക്കും കാര്യങ്ങളും വന്ന് അവസാനിക്കേണ്ട. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ വീഡിയോ വൈൻഡപ്പും ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.